ചതയം, പുണർദം, പൂരം, ചിത്തിര. ഈ 4 നക്ഷത്രങ്ങളിൽ ജനിച്ച ആരെ നോക്കിക്കഴിഞ്ഞാൽ അവർ തീർത്തും അപൂർണരാണ്. എന്തൊക്കെ നേടിയിട്ടും ജീവിതത്തിൽ, വിശേഷിച്ചും കുടുംബജീവിതത്തിൽ സന്തോഷം കുറഞ്ഞവരാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വളരെയധികം സ്ട്രഗിൾ ചെയ്താണ് ജീവിതത്തിൽ പുരോഗതിയിലേക്ക് എത്തുന്നത്. കുടുംബത്തിലെ പണവും പ്രതാപവും കൈമുതലാക്കി ജീവിത വിജയം നേടുന്നവരല്ല, മറിച്ച് കഠിനാധ്വാനത്തിലൂടെ ചോര നീരാക്കി ജീവിതത്തിൽ വിജയം നേടുന്നവരാണ്. മാതാപിതാക്കളിൽ നിന്നുള്ള ഗുണം പൊതുവിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുറവാണ്. ചെറുപ്പത്തിലെ തന്നെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഒക്കെ വിയോഗം നേരിട്ടവരും കുറവല്ല. മാതാവിൽ നിന്നോ പിതാവിൽ നിന്നോ കാര്യമായിട്ടുള്ള പിന്തുണ ലഭിക്കാതെ വളർന്നു വരുന്നവരാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബാല്യകാലത്തിലെ തന്നെ കുടുംബത്തിലെ സാമ്പത്തിക പരാധീനതകളിലൂടെ വളർന്നു വരുന്നവരാണ് ഭൂരിഭാഗവും. മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടിയവരും ധാരാളമായിട്ടുണ്ട്. ഈ കഷ്ടതകളൊക്കെ നേരിടുമ്പോഴും അക്കാദമികപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെയോ അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പണികൾ പഠിച്ചോ ഒക്കെയാണ് ഇവർ ജീവിതത്തിൽ പച്ച പിടിക്കുന്നത്. നല്ല തൊഴിൽ സ്വന്തമാക്കാൻ ഇവർക്ക് കഴിയാറുണ്ട്. അങ്ങനെ മുന്നേറുമ്പോഴും കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ ഇവരെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട്. ജീവിത പങ്കാളിയുമായിട്ടുള്ള കലഹം, ഭിന്നത, ഐക്യമില്ലാത്ത അവസ്ഥ, പങ്കാളിയുമായി അകന്നു കഴിയേണ്ടി വരിക, വിവാഹമോചനം എന്നിങ്ങനെ പോകുന്നു ഇവരുടെ പ്രശ്നങ്ങൾ. തനിക്കോ പങ്കാളിക്കോ ഉണ്ടാകുന്ന അന്യബന്ധങ്ങൾ കാരണവും പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടായേക്കാം. പരസ്പരമുള്ള വിശ്വാസമില്ലായ്മ, ഈഗോ എന്നിവയൊക്കെ ഇവരുടെ ദാമ്പത്യത്തെ കലുഷിതമാക്കും. താൻ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഇവരുടെ ജീവിത പങ്കാളി എത്താറില്ല. വിവാഹമോചനത്തിൻ്റെ കേസ് ദീർഘകാലമായി നടത്തുന്നവരും ഈ നാളുകളിൽ നിരവധിയാണ്. ഏറെ എതിർപ്പുകൾ നേരിട്ട് പ്രണയിച്ച ആളെ വിവാഹം കഴിച്ചിട്ടും പ്രതീക്ഷിച്ച പോലെ ദാമ്പത്യം മുന്നോട്ട് പോകാത്തവരും ഈ നാളുകളിൽ നിരവധിയാണ്. മദ്യപാനം, ദുർസ്വഭാവം തുടങ്ങിയ തൻ്റെ തന്നെ പോരായ്മകൾ കാരണം കുടുംബത്തിൽ സമാധാനം കുറയുന്നവരും ഉണ്ട്. പുനർവിവാഹം ഈ നാളുകാരുടെ ഇടയിൽ കൂടുതലാണ്. വിവാഹത്തെ തുടർന്ന് മാതാപിതാക്കളുമായിട്ട് കലഹവും അകൽച്ചയുമൊക്കെ ഈ നാളുകളിൽ ജനിച്ചവർ പലപ്പോഴും നേരിടുന്നതായി കാണാറുണ്ട്. കുടുംബത്തിൽ ഈ സന്തോഷക്കുറവുണ്ടാകുമ്പോഴും താൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ആരെയും ഭയപ്പെടാതെ ചെയ്ത് അതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയാറുണ്ട്. ചെറിയ സന്തോഷങ്ങൾ തന്നെ ഇവർ ജീവിതത്തിൽ ആഘോഷമാക്കും. സൗഹൃദങ്ങളിലൂടെയും തൊഴിലിൽ ശ്രദ്ധ പുലർത്തിയുമൊക്കെയാണ് ഇവർ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താറ്.